അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എടുക്കുന്ന വിഷയം സർഫാണ്. നമ്മൾ നാട്ടിലൊക്കെ പോയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും നമ്മൾ സർഫ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ആരും ബന്ധം കൈവിടരുത്. നമ്മളുടെ എല്ലാ അറബി വിഷയങ്ങളുടെയും അടിത്തറ ഈ വിഷയമാണ്, സർഫാണ്. സർഫ് മനസ്സിലാക്കിയാലേ മറ്റുള്ള എല്ലാ അറബി വാക്കുകളും ശൈലികളും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് ഈ സർഫ് എന്താകണം, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നമ്മൾ ഇനി എടുക്കുന്ന പാഠം സ്വഹീഹ് മുഅത്തൽ, അതായത് നമ്മൾ ഫീലുകളെ ഓരോ ഹൈസിയത്ത് വെച്ചിട്ട്, ഓരോ തലങ്ങൾ വെച്ചിട്ട് പല ഇനങ്ങളാക്കിയിരുന്നു അല്ലേ. കാലം, സമാന് അല്ലേ. കാലത്തിനനുസരിച്ച് നമ്മൾ ഫീലിനെ എത്ര കിസ്മാക്കി? 3 കിസ്മാക്കില്ലേ. മാലി, രണ്ടാമത്തത് മുലാരി, മൂന്നാമത്തെ ഇനം അംറ്. ഇനി അടുത്ത ഒരു രൂപം വെച്ചിട്ട് എങ്ങനെ ഫീലുകളെ കിസ്മാക്കാം, അതായിരുന്നു എന്ത്, മായന വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ കിസ്മാക്കിയത് അല്ലേ. ഒന്നാമത്തെ കിസ്മാണ് ലാസിമ്, രണ്ടാമത്തെ കിസ്മാണ് മുതഅദ്ദി. എല്ലാവർക്കും ഓർമ്മയില്ലേ? ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാൻ പറ്റാത്ത ഫീലിനാണ് എന്ത് പറയല്, ലാസിം എന്ന് പറയല്ലേ. ഇപ്പോൾ ദഹബ പോയി, ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി. എന്തിനെ പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ മഫ്ഊൽ ഒരു നിലക്കും കൊണ്ടുവരാൻ പറ്റാത്ത ഫീലിനാണ് ലാസിം എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലേ. അപ്പോൾ മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊൽ കൊണ്ടുവരാൻ പറ്റുന്ന ഫീല്. അപ്പോൾ അക്കല മുഹമ്മദുൻ, മുഹമ്മദ് തിന്നു. എന്തിനെ തിന്നു എന്നുള്ളത് അവിടെ കൊണ്ടുവരാൻ പറ്റൂലേ. അപ്പം മന്തിയെ തിന്നു, അല്ലെങ്കിൽ ബിരിയാണിയെ തിന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തെ തിന്നു, അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂലേ. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഫീലിനാണ് മുതഅദ്ദി എന്ന് പറയുക എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലേ. ഇനി അടുത്ത ഫീലിൻ്റെ ഇനമാണ്, അടുത്ത ഒരു രൂപം വെച്ചിട്ട് ഫീലിനെ കിസ്മാക്കും. അതെങ്ങനെ വെച്ചാൽ കണ്ടില്ലേ, യൻകസിമുൽ ഫിഅലു കിസ്മൈനി മിൻ ഹൈസു സിഫത്തിൽ ഹുറൂഫ്. ഹർഫുകളുടെ വിശേഷണം അനുസരിച്ച് എന്താകും, അതായത് ഓരോ ഹർഫുകളുടെയും കോലം നോക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഫെയിലിനെ കിസ്മാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഫെയിലിൻ്റെ കാലം നോക്കിയിട്ട് മാദി, മുലാരി, അംറ് എന്നാക്കിയതുപോലെ ഒരു ഫെയിലിലുള്ള ഓരോ ഹർഫിൻ്റെയും ഫ, ഐന്, ലാം അല്ലേ, അല്ലെങ്കിൽ ലൊറബ എന്നുണ്ടെങ്കിൽ ലോദ്, റാ, ബ, അങ്ങനത്തെ ഓരോ ഹർഫിൻ്റെയും കോലം നോക്കിയിട്ട്, അതിൻ്റെ വിശേഷണം നോക്കിയിട്ട് ഫിഅലിനെ 2 കിസ്മാക്കും. ഒന്നാമത്തെ കിസ്മിൻ്റെ പേരാണ് സ്വഹീഹ്, രണ്ടാമത്തെ കിസ്മിൻ്റെ പേരാണ് മുഅത്തല്. നമ്മൾ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഓരോ ഫിഅലിനും ഒരു അറബി വാക്ക്, ഒരു ഫിഅൽ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് കതബ, എഴുതി. അതിൻ്റെ കാലം വെച്ചിട്ട്, സമാന് വെച്ചിട്ടുള്ള കിസ്മായിരുന്നു മാലി അല്ലേ, കതബ, മുലാരി യക്തുബു, അംറ് ഉക്തുബ്, അങ്ങനെ 3 കിസ്മ്. അതുപോലെ ഹർഫുകളുടെ എണ്ണം, ഹർഫുകളുടെ അർത്ഥം നോക്കിയിട്ടുള്ള കിസ്മായിരുന്നു ഏതൊക്കെ? ലാസിമ്, രണ്ടാമത്തെ മുതഅദ്ദി. ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്തത്, മഫ്ഊലിൽ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്തത്. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഫെയിലിൻ്റെ ഓരോ ഹർഫുകളുടെയും കോലം നോക്കിയിട്ട് എത്ര കിസ്മാക്കും? 2 കിസ്മാക്കും. ഒന്നാമത്തെ കിസ്മാകുന്നത് സ്വഹീഹ്, രണ്ടാമത്തെ കിസ്മാകുന്നു മുഅത്തല്. അപ്പോൾ എന്താണ് സ്വഹീഹ്, എന്താണ് മുഅത്തല്, അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കതബ അല്ലേ, ഒരു ഫിഅലിൽ അലിഫോ വാവോ യാഓ വന്നിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു ഹർഫും ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഫീലിനെ കുറിച്ചിട്ട് എന്ത് പറയും? സ്വഹീഹ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എടുക്കുക, കതബ. കതബ എന്നുള്ളതിൽ അലിഫോ വാവോ യാഓ ഉണ്ടോ? ഇല്ല. അതിൽ കാഫും താവും ബാവും ആണുള്ളത് അല്ലേ. അതിലൊരിക്കലും എന്തില്ല? അലിഫും ഇല്ല, വാവും ഇല്ല, യാവും ഇല്ല. ഇതിൽ ഈ 3 അലിഫ്, വാവ്, യാ, ഈ 3 ഏതെങ്കിലും ഒരു ഹർഫ് ഇല്ലാത്തതിനാണ് എന്ത് പറയൽ, അതായത് 3 എന്തുണ്ടാകില്ല, ഒരിക്കലും അലിഫോ വാവോ യാഓ ആ ഫീലിൽ വരികയില്ല. അങ്ങനത്തെ ഫീലിനാണ് സ്വഹീഹായ ഫീൽ, അൽ ഫീൽ സ്വഹീഹു എന്ന് പറയൽ. ഇനി അൽ ഫീലിൽ മുഅത്തൽ എന്ന് പറഞ്ഞാലോ,
അലിഫോ വാവോ യാ ഓ ഇങ്ങനത്തെ ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഅത്തല്ല എന്ന് പറയൽ. ഈ അലിഫോ വാവോ യാ ഓ ഒരു ഫേലിൽ വന്നാൽ ആ ഫേലിനെ കുറിച്ച് എന്ത് പറയും? മുഅത്തല്ല എന്ന് പറയും. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ ഈ 3 ഹർഫുകളിൽ നിന്നും വരാത്ത ഈ ഹർഫുകളൊന്നും വരാത്ത ഫേലിനാണ് സ്വഹീഹ് എന്ന് പറയുക. അങ്ങനെ വരുന്ന ഫേലിനാണ് മുഅത്തല്ല എന്ന് പറയുക. അപ്പോൾ കത്തബയിൽ അലിഫില്ലല്ലോ, വാവു ഇല്ല യാ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഫീൽ എന്ത് പറയും? കത്തബ എന്നുള്ളത് സ്വഹീഹായ ഫീലാകുന്നു. ഇനി വേറെ ഉദാഹരണം എടുക്കുക. കാല പറഞ്ഞുല്ലേ, അർത്ഥം കാല പറഞ്ഞു. അതിൽ കാഫുണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. അപ്പോൾ അതാ ഫീല് മുഅത്തല്ലാണോ സ്വഹീഹാണോ? അത് മുഅത്തല്ലാണ്. കാരണം എന്താ? അതിൽ അലിഫ് വന്നിക്കണല്ലോ അല്ലേ, അതിൻ്റെ നടുവിൽ അലിഫ് വന്നില്ലേ? കാല കാഫാണ്, ലാസ്റ്റ് ലാമാണ്, നടുവിൽ ആരാണ്? അലിഫാണ്. അപ്പോൾ അലിഫ് വന്നാൽ അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്ത് പറയും? മുഅത്തല്ല എന്ന് പറയും. വേറെ ഉദാഹരണം ജറ ഓടി. അപ്പോൾ ജീമ് റാ അവസാനം എന്താണ്? അലിഫാണല്ലേ ജറ. അപ്പോൾ അതെന്താണ്? മുഅത്തല്ലായ ഫീലാണ്. ഇപ്പോൾ സമിഅ സീന് മീമ് ഐന് അതിൽ അലിഫും വാവും യാ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഫീലിനെ കുറിച്ച് എന്ത് പറയും? സ്വഹീഹായ ഫീൽ എന്ന് പറയും. അപ്പോൾ അലിഫ് വാവ് യാ ഈ 3 ഹർഫിൽ നിന്നും വന്നിട്ട് ഈ ഹർഫുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വഹീഹ് എന്നും, അത് വന്നാൽ അതിനെക്കുറിച്ച് മുഅത്തല്ല എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മുടെ പാഠം. അസ്വഹീഹു വൽ മുഅത്തല്ലു. യൻഖസിമുൽ ഫിഅലു ഫിഅൽ കിസ്മാക്കപ്പെടും, ഓരോ ഇനങ്ങളാക്കപ്പെടും. എത്ര ഇനങ്ങളാക്കപ്പെടും? കിസ്മൈനി 2 ഇനം. എന്ത് നോക്കിയിട്ട്? മിൻ ഹൈസു സിഫത്തിൽ ഹുറൂഫ് ഹർഫുകളുടെ വിശേഷണം നോക്കിയിട്ട് എന്താകും? ഫീലുകൾ 2 ഇനങ്ങളാക്കപ്പെടും. 2 ടൈപ്പുകളുണ്ട്. ഒന്നാമത്തെ ഇനമാകുന്നു അസ്വഹീഹു. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ മാ ഖലത്ത്, മാ ഒരു ഫീലാകുന്നു, ഖലത്ത് ഹുറൂഫുഹു അതിൻ്റെ ഹർഫുകൾ ഒഴിവായിരിക്കുന്നു, അൽ അസ്ലിയ അസ്ലിയായ ഹർഫുകൾ. ഇപ്പോൾ ഒരു ഫീലിൻ്റെ അസ്ലിയായ ഹർഫുകളാണ് അത് ആ 3 അക്ഷരങ്ങൾ ഫ അ ല. അപ്പോൾ ദോ റ ബ ആ 3 അക്ഷരങ്ങൾ, ആ 3 അക്ഷരങ്ങൾ ഒഴിവായിരിക്കുന്നു. എന്തിൽ നിന്നും? മിൻ ഹുറൂഫുൽ ഇല്ലത്തി ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ നിന്നും ഒഴിവായിരിക്കുന്നു. ഏതൊക്കെ ഇല്ലത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, രണ്ടാമത്തത് വാവ്, മൂന്നാമത്തത് യാ. അപ്പോൾ അലിഫോ വാവോ യാ ഓ ഈ 3 ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ നിന്നും ആ സാധാ ഒരു ഫേലിൻ്റെ ഹർഫുകൾ എന്തായിട്ടുണ്ട്? ഇല്ലാതായിട്ടുണ്ട്. അതായത് ആ 3 ഹർഫുകളിൽ ഒറ്റൊന്നും എന്തില്ല? ഇല്ലത്തിൻ്റെ ഹർഫുകളില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്വഹീഹ് എന്ന് പറയും. അഥവാ ഉണ്ടായാൽ അതിനെക്കുറിച്ച് മുഅത്തല്ല എന്ന് പറയും. വൽ മുറാദു ബിൽ ഹുറൂഫുൽ അസ്ലിയത്തി എന്താണ് ഇവിടെ ഹുറൂഫുൽ അസ്ലിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ഹിയല്ലത്തി അതാകുന്നത് തുഖാബിലു നേരിടും അൽ ഫാ ഫീലിനോടും വൽ ഐന ഐൻ ഫീലിനോടും വൽ ലാമ ലാം ഫീലിനോടും. ഇപ്പോൾ ഫ അ ല എന്ന് എഴുതിയാൽ അതിൻ്റെ ഫായിനോട് ഏത് ഹർഫാണോ യോജിച്ച് വരുന്നത് അതാണ് അവിടുത്തെ ഫാ ഫേൽ. ഐനോട് ഏത് ഹർഫാണോ യോജിച്ച് വരുന്നത് അതാണ് ഐൻ ഫേൽ. ലാമിനോട് ഏതാണോ യോജിച്ച് വരുന്നത് അതാണ് ലാം ഫേൽ. ഉദാഹരണത്തിന് നമുക്ക് ലൊറബ എടുക്കുക. ഫ ആല എന്ന് എഴുതുക, അതിൻ്റെ ഇടയിൽ ലൊറബ എന്ന് എഴുതുക. അപ്പോൾ അതിൽ ഫായിനോട് ഏതാണോ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ എഴുതിച്ച് കണ്ടില്ല നിങ്ങൾ, ഫ അ ല ക ത ബ. അപ്പോൾ ഇതിൽ ഒരു ഫേലിൻ്റെ അസ്ലിയായ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫാലയിലെ ഫാല എന്ന് ആദ്യം എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു ഫേൽ എഴുതുക. ഉദാഹരണത്തിന് ഉസ്താദ് ഇവിടെ കത്തബ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ ഫായിനോട് ഏത് ഹർഫാണോ നേരിട്ട് വരുന്നത്, ഫായിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന കത്തബയിലെ ഹർഫ് ഏതാണ്? കാഫാണ് അല്ലേ. അപ്പോൾ കാഫാണ് അതിൻ്റെ ഫാ ഫേൽ അല്ലേ. അതുപോലെ ഐനോട് നേരിട്ട് വരുന്ന ഹർഫ് ഏതാണ്? അവിടെ താ ആണ് അല്ലേ, അതാണ് അതിൻ്റെ ഐൻ ഫേൽ. പിന്നെ ഈ ലാമിനോട് നേരിട്ട് വന്ന ഹർഫ് ഏതാണ്? ഈ ബാ ആണ് അല്ലേ. അപ്പോൾ അതാണ് ആ ബാ ആണ് അവിടുത്തെ ആ ഫേലിൻ്റെ ലാം ഫേൽ. ഓക്കെ. അപ്പോൾ ഈ ഫായിനോട് നേരിട്ട് വരുന്ന ഹർഫിന് ഫാ ഫേലും, ഈ ഐനോട് നേരിട്ട് വരുന്നതിന് ഐൻ ഫേലും, ഈ ലാമിനോട് നേരിട്ട് വരുന്നതിന്
ലാം ഫീൽ എന്ന് പറയും. അപ്പോൾ കത്തബയിലെ ഫാ ഫീൽ ഏതാണ്? കാഫ്. ഐൻ ഫീൽ ഏതാണ്? ഈ താ ആണ്. ലാം ഫീൽ ഏതാണ്? ഈ ബാ ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ അസ്ലിയായ ഹർഫുകൾ കാത്താബ, അതാണ് അതിൻ്റെ അസ്ലിയായ ഹർഫുകൾ. ആ അസ്ലിയായ ഹർഫുകൾ ഒരിക്കലും എന്താകാൻ പാടില്ല? അലിഫോ വാവോ യാ ആവാൻ പാടില്ല. അങ്ങനെ ആവാതിരുന്നാൽ അതിനെക്കുറിച്ച് സ്വഹീഹ് എന്ന് പറയുള്ളൂ. അഥവാ ആയാൽ അതിനെക്കുറിച്ച് എന്ത് പറയും? അതിനെക്കുറിച്ച് മുഅത്തൽ എന്ന് പറയും. അപ്പോൾ അതിൽ ഉദാഹരണം കണ്ടില്ലേ? മിസാലു സ്വഹീഹി, സ്വഹീഹായ ഫേലിനുള്ള ഉദാഹരണം കതബ, രണ്ടാമത്തത് ഖഅദ, മൂന്നാമത്തത് സഅല. അവിടെ കണ്ടാ കാഫ് താ ബാ, അവിടെ ഒന്നും അലിഫും വാവും യാവും ഇല്ലല്ലോ. ഇപ്പോൾ ഖഅദ അവിടെയും അലിഫും ഇല്ല വാവും ഇല്ല യാവും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഫേലിനാണ് എന്ത് പറയൽ? സ്വഹീഹായ ഫേൽ എന്ന് പറയൽ. അവൾ ബാക്കി നോക്കി, ഫൽ കാഫു ഫി കതബ, കതബയിലെ കാഫ് അല്ലേ, ഹിയ ഫാ ഉൽ ഫേലി, അതാണ് ഫാ ഉൽ ഫേൽ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആ ഫാല എന്ന് എഴുതുക, അതിൻ്റെ തൊട്ടടിയിൽ എന്താ വേറൊരു ഫീൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ കതബ അങ്ങനെ എഴുതി നോക്കുമ്പോൾ ആ ഫായിനോട് ചേർന്ന് വരുന്ന ഹർഫ് ഏതാണ്? ഫായിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന കതബയിലെ ഹർഫ് ഏതാണ്? കാഫാണ് അല്ലേ. അപ്പോൾ ആ കാഫാണ് അവിടുത്തെ ഫാ ഫേൽ. വ താ ഉ, കതബയിലെ താ ആണ് എന്ത്? ഈ ഐനുൽ ഫേൽ അല്ലേ. ഫ അത് കത്ത അല്ലേ, അതാണ് അതിൻ്റെ ഐൻ ഫേൽ. വൽ ബാ ഉ, കതബയിലെ ബാ ആണ് ഈ ലാമുൽ ഫേൽ, ലാമുൽ ഫേൽ എന്ന അതാണ്. ഓക്കെ, ഫഅല എന്നുള്ള ലാമിൽ അവസാനിക്കുന്നത്, അതേപോലെ കതബയിൽ ബായിൽ അവസാനിക്കുന്നത് അതേപോലെ. അപ്പോൾ ലാം ഫേലാകുന്നത് ഏതാണ്? ബാ എന്നുള്ളതാകുന്നു. വഹിയൽ ഹുറൂഫുൽ മുജറദ ഫിൽ അഫ്ആലി സുലാസിയ, അതിനെക്കുറിച്ചാണ് എന്ത്? മുജറദായ ഹർഫുകൾ എന്ന് പറയപ്പെടുക. വഹിയ അതാകുന്നു, ആ ഫാവും ഐനും ലാമും അതാകുന്നു അൽ ഹുറൂഫുൽ മുജറദ, മുജറദായ ഹുറൂഫുകൾ. മുജറദ് എന്ന് പറഞ്ഞാൽ എന്ത്? വേറെ എക്സ്ട്രാസ് ഒന്നും വരാതെ ശരിക്കുള്ള അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഹർഫുകൾ. ഫിൽ അഫ്ആലി സുലാസിയ, സുലാസിയായ ഫീലുകളിൽ ഹുറൂഫുൽ മുജറദയാകുന്നു ഏതൊക്കെ? ഫാവും ഐനും ലാമും. അതായത് സുലാസ് എന്ന സലാസാണ് അത്ര 3 അല്ലേ. അപ്പോൾ 3 ഹർഫുകൾ ആകും ശരിക്കെന്ത്? മുജറദായ ഫീലുകൾ. 3ലേറെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? മസീദ് എന്ന് പറയും. അത് ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഫാവും ഐനും ലാമും ആകുന്ന എന്ത്? ഒരു ഫേലിൻ്റെ മുജറദായ ഹർഫുകൾ, അതിൻ്റെ ശരിക്കുമുള്ള ഹർഫുകൾ അത്രയേ ഉള്ളൂ. ബാക്കി വരുന്നതൊക്കെ എന്താണ്? അതിൻ്റെ എക്സ്ട്രാസ് ഫിറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ കാറിലൊക്കെ പറയില്ലേ, ഇപ്പോൾ സൈക്കിളിന് 2 ടയറുള്ളൂ, പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് വെക്കും? വേറെ കുറേ സാധനങ്ങളൊക്കെ വെക്കൂലേ. അപ്പോൾ ആ സൈക്കിളിൻ്റെ 2 ടയർ എന്നുള്ളതാണ് അതിൻ്റെ എന്ത്? മുജറദായ സാധനം. പക്ഷേ ഇനി അതിൻ്റെ എക്സ്ട്രാ നമ്മൾ ഫിറ്റിങ്ങൊക്കെ കൊടുക്കുന്നതാണ് എന്ത്? മസീദ് എന്ന് പറയുന്നത്. അതേപോലെ അറബിയിൽ ഒരു ഫേലിൻ്റെ ശരിക്കുള്ള ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഫാവും ഐനും ലാമും കൂടിയ ആ 3 ഹർഫുകൾ മാത്രമാകുന്നു. അതാണ് ഹുറൂഫുൽ മുജറദ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.